ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉപ്പച്ചിനും ഉമ്മച്ചിനൊക്കെ കൂട്ടിയിട്ട് യാത്ര പോവാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ നേരത്തെ പ്ലാനിലാണ് കേട്ടോ പോകുന്നത്. ഞാൻ പപ്പടക്ക തിന്നാന്ന് വിചാരിച്ചേ. അപ്പം നമുക്ക് അവിടേക്ക് പോകണ്ടേ. അപ്പം നമ്മൾ ഇതാണ് കേട്ടോ, രണ്ട് വണ്ടിയിലായിട്ടാട്ടോ പോകുന്നത്. അപ്പം ഞാനും ഉമ്മച്ചാട്ടോ ഒരു വണ്ടിയിൽ പോകുന്നത് മുമ്പിൽ നമുക്ക് ഇതാ വഴി അറിയാത്തോണ്ടല്ലേ ഉപ്പച്ചി ബാക്കിൽ വന്ന് ഇക്കുയും ഉപ്പച്ചി ബാക്കിൽ വന്ന് ഞാനും ഉമ്മച്ചി പോയി ഗൂഗിൾ പേയിലാട്ടോ നമ്മൾ നോക്കി. അയ്യോ സോറി, ഗൂഗിൾ പേന്ന് നമുക്ക് ക്ഷമിക്കണം. തെറ്റിപ്പോയി. ഞാനെപ്പോഴും പറയും ഗൂഗിൾ പേ എന്നാ, എനിക്കത് പറയാൻ കിട്ടുന്നില്ല. യാത്ര പോയിക്കൊണ്ടിരിക്കാം. അപ്പം നമുക്ക് ക്ഷീണമായി തോന്നി ദൂരത്ത് പോയിട്ട്. അപ്പം നമ്മൾ വിചാരിച്ച ഹോട്ടലിൽ കയറി കേട്ടോ. അങ്ങനെ ഒരു ബാസ്ക്കറ്റൊക്കെ കണ്ടോ നിങ്ങൾ, അതിൽ പൊറാട്ട കേട്ടോ വെച്ചിരിക്കുന്നത്. ചിക്കൻ കറി നല്ല പൊറാട്ട കേട്ടോ, എനിക്ക് നല്ലൊരു സ്മൂത്ത് പൊറാട്ടാണ്. പിന്നെ നമ്മൾ അവിടുന്ന് തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ വേഗം തിന്നു കേട്ടോ. ഞാൻ കള്ളക്കളിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ തിന്ന് കഴിഞ്ഞിട്ടോ. ഉപ്പച്ച അവിടെ പൈസ കൊടുക്കാൻ പോയി കേട്ടോ. നമ്മൾ ഉപ്പച്ചിന് കാത്തു നിന്നതാണ്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്രയ്ക്ക് പോവാണ്. അവിടെ ഒരു നമ്മൾ പോകുന്ന സ്ഥലത്ത് എൻ്റെ വ്യൂ, ആ ഒരു മുമ്പിൽ ഒരു റെഡ് കാർ പോകുന്നില്ലേ, ഓരൊക്കെ അല്ല ഈ ചുറ്റും മുഴുവനൊക്കെ അയച്ച പ്ലാനിൽ വന്നതാട്ടോ. അങ്ങനെ നമ്മൾ അയച്ച പ്ലാനിലെത്തി. അവിടെ കുറേ ഞാൻ സന്തോഷിച്ചിട്ടാട്ടോ വന്നതെന്ന്. അവിടെ കണ്ടിട്ട് ചുമരിൽ ഒരു ചെടികളൊക്കെ വെച്ച് പേനൊക്കെ അടിച്ച് നല്ല സ്ഥലമാട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട പാർക്കാണ് കേട്ടോ. എനിക്കിത് വെച്ച് പറഞ്ഞ് ഇത് എഡിറ്റ് ചെയ്യണം. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കും. എനിക്കിത് കണ്ടിട്ട് പുതിയ അവിടെ ഒന്നും കൂടി വരാണ് കേട്ടോ. ഒന്നുകൂടി ഉപ്പച്ച് വന്നിട്ട് പോവാന്ന് പറഞ്ഞു കേട്ടോ. വിഷുവൊക്കെ നമ്മൾ വിഷുവിനല്ല കേട്ടോ പോയ, കുറച്ച് മുമ്പാട്ടോ, തോന്ന ദിവസമായിട്ടോ. എല്ലാവരൊക്കെ അങ്ങനെ വിഷുവൊക്കെ അടിച്ച് പൊട്ടിച്ചോ? എല്ലാവരും പടക്കൊക്കെ പൊട്ടിച്ചോ? നമ്മൾ ഇതിൽ കയറാന്ന് വിചാരിച്ച. പിന്നെ ഞാൻ ഇതിൽ കയറി. ഈ ഉമ്മച്ച് പറഞ്ഞ് ജിയ തോക്കും, ജിയൊക്കെ ഒന്ന് പേടിയ, ജയാൻ നല്ല അടിപൊളിയായിരിക്കുമെന്ന്. പക്ഷെ എന്താക്കി ഞാൻ മുതലാക്കി ഇക്ക് പേടിയായിട്ടോ. ഇക്കൊരു നല്ല പേടിയായിട്ടും മുതലാക്കുന്ന മുമ്പേ എനിക്ക് പേടിയാ പറഞ്ഞു. അപ്പം ഈ ഒരു ബോൾ സ്ഥാനത്ത് ഞാൻ കയറട്ടോ. എനിക്കിതിൻ്റെ പേരെന്താന്ന് പോലും അറിയില്ല കേട്ടോ. വാശി പിടിച്ചു. ഞാൻ പുറത്തേക്കുള്ള വഴി കണ്ടുപിടിച്ചു. ഇപ്പം ഞാൻ അവിടെ കുടുങ്ങിപ്പോയാണ് കേട്ടോ. പിന്നെ ഞാൻ സിനിമത്തിൻ്റെ പറ്റിയില്ലായിരുന്നു ഞാനെല്ലാ കാര്യം. പിന്നെ ഇവരെ എന്തൊക്കെയൊക്കെ അവിടെ എഴുതി വെച്ച് കേൾക്കും. ഇവിടെ കണ്ടിട്ട് ഒരു മരനെ മുട്ടായൊക്കെ തൂക്കി വെച്ചാൽ അവിടെ മാജിക് ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. മാജിക് ഷോ ഒക്കെ ഉണ്ട്. അത് വൈകുന്നേരം കേട്ടോ മാജിക് ഷോ. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോയി. അപ്പം ഇവിടെ ഒരു വലിയ സ്ലൈഡ് കണ്ടു. അപ്പം ഞാൻ അതിലൂന്ന് വന്ന്. പിന്നെ ഞാൻ ഒന്നുകൂടി കയറണമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഒന്നുകൂടി കയറാം. പിന്നെ നമ്മൾ 3 ആഴ്ചയായിട്ടോ അതിൽ കയറി. പിന്നെ കയറിയിട്ട് ഞാനും ഇക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കും എന്തിനോ അതിന് പേര് ഈ നമ്മുടെ ഈ റെഡ് സാധനം നിങ്ങൾ കണ്ട വിചാരിക്കും അത് കമ്പിയാണ്. പക്ഷെ ഉള്ളിൽ കയറിയവർക്ക് മനസ്സിലാവും അത് കയറാവുന്നു. അപ്പം നമ്മൾ പിന്നെ ഈ സ്ലൈഡിൽ കൂടുതൽ വന്നു. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പോവാണ്. അങ്ങനെ നമ്മൾ ഓടിപ്പോയിട്ട് അവിടെ വേറൊരു പാർക്ക് ഞാൻ കണ്ടു കേട്ടോ. അവിടെ ഞാൻ നല്ലൊരു പാർക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടേക്ക് ഓടിപ്പോവാണ് കേട്ടോ. അവിടെ കണ്ടില്ലേ ഒരു ഫാനുമാരൊക്കെ വെച്ചിട്ട് നമുക്ക് ചൂടെടുത്ത് അതിന് ചോട്ടിപ്പോയിരിക്കാം. ആ വീട് മാറിയാണ് നമുക്ക് ഉള്ളത്. പിന്നെ ഞാൻ എന്തായാലും ഈ ഒരു വലിയ സാധനത്തിൽ കയറിയിട്ട് ഇത് നല്ല വലുതാട്ടോ. അങ്ങനെ നമ്മൾ കയറി ഇങ്ങനെ
നമുക്ക് നിങ്ങൾ ആ ബ്ലൂ സാധനം ഉണ്ടോ, അത് നല്ല അഡ്വഞ്ചർ ആട്ടോ. നമ്മൾ കണ്ട വിചാരിച്ച അഡ്വഞ്ചർ ഒന്നുമില്ല, പക്ഷെ അത് അഡ്വഞ്ചർ ആ ബ്ലൂ സാധനം. ഇതല്ല കേട്ടോ അഡ്വഞ്ചർ നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇതൊരു വലിയ സ്ലൈഡായിരുന്നു കേട്ടോ, ബാക്കിയുള്ള ചെറിയ സ്ലൈഡ്. അപ്പം ഞാൻ അഡ്വഞ്ചർ സാധനത്തിൽ കയറി. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞ് ചെയ്യാനെ നീ ഒന്ന് ഈ നിങ്ങൾ ഒളിയുന്നത് വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ ഫോൺ അതിൻ്റെ ഉള്ളിലേക്ക് വാങ്ങി. നിങ്ങൾ വിചാരിക്കും ഉമ്മച്ചാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, പക്ഷെ ഉമ്മച്ചല്ല, ഇക്കുമാണ് അതിൻ്റെ ഉള്ളിൽ ഫോൺ പിടിച്ച്. അങ്ങനെ നമ്മൾ ഒളിഞ്ഞ് വന്നു. അങ്ങനെ ഇക്കു ഫോൺ പിടിച്ച് ഓടി വന്നു. പിന്നെ 2 കൈനെ പൊട്രേറ്റ് ചെയ്ത് കണ്ടോ നിങ്ങൾ വെച്ചിക്കത്. നമുക്ക് ക്ഷീണമായ അവിടെ ഇരിക്കാനുള്ള ഒരു ബട്ടർഫ്ലൈ കണ്ടില്ലേ, അവിടെ ഇരിക്കാനുള്ള ഞാൻ ചിരിപ്പ് കൂടി വെച്ചിട്ട് ഞാൻ ഡാൻസൊക്കെ കളിച്ചു. ഇന്ന് കുറച്ച് മുമ്പായിട്ടോ നമ്മൾ പോയത്. അഡ്വഞ്ചർ സ്ഥലത്തേക്ക് കയറി ഇരുന്ന് ഞാൻ ആരെങ്കിലും അവിടെ വരാനേക്ക് പറഞ്ഞിരിക്കും. അങ്ങനെ നമുക്ക് ക്ഷീണമായിക്കൊണ്ട് നല്ല ഇത് ആക്കിയിട്ടോ. പിന്നെ നമ്മൾ ക്ഷീണിച്ചിട്ട് നമുക്ക് നല്ല ക്ഷീണമായിട്ട് നമ്മൾ വെള്ളം കുടിച്ചത്, എത്ര വെള്ളം കുടിച്ചാൽ അത്ര ക്ഷീണം കേട്ടോ നമുക്ക്. അങ്ങനെ ഇവിടെ കയറി കണ്ടില്ലേ വേറെ റേറ്റ്സ് ഉണ്ട്, പക്ഷെ അതിൽ കയറി നമുക്ക് ഛർദി വരും കേട്ടോ. ഇതിലാണ് ഏറ്റവും കൂടുതൽ ഛർദി വരാം കേട്ടോ. അത് നമ്മൾ റോപ്പിൽ കയറിട്ടോ, നമ്മൾ നല്ല പേടിക്കാൻ നമ്മൾ കയറിട്ടോ. ആ നല്ലൊരു സാധനമായിരുന്നു, നല്ല സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷെ ഇത് വീണൊന്നും പറ്റില്ല. അങ്ങനെ ഞാൻ സ്ട്രോബെറി ആട്ടോ വാങ്ങിയത്. അങ്ങനെ കണ്ടില്ലേ ഒരു മേലൊക്കെ ഒരു ഇതൊക്കെ വെച്ചിരുന്നവർ. പിന്നെ നമുക്കില്ലേ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ കണ്ടില്ലേ ഒരു പെയിനിൽ അവരടക്കാത്ത ഒരാൾ പിന്നെ കിച്ചു. അങ്ങനെ ഇതാ അവിടെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം ചെയ്യും. പിന്നെ നമുക്ക് പാരൻസ് ഇവിടേക്ക് വന്ന് ബോറടിക്കുന്നത് ഇതിലൊക്കെ ഞാൻ കയറി. അവിടുന്ന് ഞാൻ ഒരു ബ്ലാക്ക് സദാ ഊഞ്ഞാലല്ലേ അതിൽ കയറുമ്പോൾ ഞാൻ വീഡിയോ പക്ഷെ എനിക്കൊന്നും പറ്റില്ല കേട്ടോ. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് മാജിക് ഷോ ഉള്ളത്. നിങ്ങൾക്ക് മാജിക് ഷോ നമുക്ക് കാണിച്ചു തരാം. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗം കഴിക്കണം. മാജിക് ഷോ ഒക്കെ നടന്നു. പിന്നെ ഒരു ഹൂലാപ്പണ്ടിയിൽ അവിടെ മാജിക് ഷോ തുടങ്ങി. അങ്ങനെ മാജിക് ഷോ തുടങ്ങാൻ പോവാണ്. നഴ്സറി പോവാനുള്ള കുട്ടികളെല്ലാം അവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ മാജിക് ഷോ നടന്നൊക്കെണ്ടില്ലേ. ഈ പെണ്ണ് ഹൂലാപ്പ് കുറേ നേരം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. പിന്നെ ആനയുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ POT ആണ് കേട്ടോ. പിന്നെ മാജിക് ഷോ കളിച്ച ഇത് നിങ്ങൾ വിചാരിക്കും മാജിക് ഷോ അല്ല, പക്ഷെ ഇത് ഡാൻസ് അല്ലേ. പിന്നെ ഇങ്ങനെ മാജിക് ഷോ വരാം. മാജിക് ഷോ ഒക്കെ നമ്മൾ കണ്ടിരുന്ന സുഖമായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് വന്ന് സാഫിക്കാരാട്ടോ. അവിടെ കുറേ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണ് അവിടെ വിളിച്ചിട്ടോ. അങ്ങനെ പെൺകുട്ടിയാണ് വിളിച്ചു. പിന്നെ കണ്ടില്ലേ ഈ കുട്ടിയാണ് രണ്ടാണ് ഇതാക്കിയത്. അങ്ങനെ നമ്മൾ ഇവിടേക്ക് എത്തി. അങ്ങനെ നമ്മൾ വിചാരിച്ച് നല്ലൊരു ഇതാണ് കേട്ടോ, നല്ലൊരു വ്യൂ ആണ്. നമുക്കൊരു കോണ്ടിരുന്നു. ഇവിടെ എന്തൊക്കെ സാധനം ഉണ്ട് കേട്ടോ. എനിക്ക് എന്താ പോലെ നമ്മൾ നടന്ന് പോയി. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു സേന ചെയ്യാൻ അവിടെ എന്തെങ്കിലും ഉണ്ടാകും. അപ്പം നമ്മൾ പറഞ്ഞാണ്ട് നമ്മൾ നടന്ന് പോയി. അങ്ങനെ അവിടെ ഗൈസ് ഇതാണുള്ളത്. നമ്മൾ നേരത്തെ അഡ്വഞ്ചറൊക്കെ പറഞ്ഞില്ലേ ഒരു റെഡ് സാധനം, അതൊക്കെ നമുക്ക് അതിന് മേലെ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ്റെ വലിയ ഒരു പാർക്കാണ് കേട്ടോ. ഇന്ത്യൻ്റെ വലിയൊരു കിഡ്സ് പാർക്കാണ്. അങ്ങനെ നമ്മൾ വള്ളത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ പറഞ്ഞ് ഈ വള്ളത്തിൽ ഫസ്റ്റ് കാരണം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വെള്ളമുണ്ട് കേട്ടോ.
ഇത് കാൽ കഴിയുന്ന വെള്ളം കേട്ടോ. പക്ഷെ നമ്മൾ അതിൽ കുളിക്കുന്ന പോലെ. പിന്നെ ഇതാ അത് കേട്ടോ, അതിൽ ഞാനും ഇക്കും ഒരു സ്ലൈഡിലില്ലേ കയറി വന്നു. പക്ഷെ നല്ല ആദ്യം നമ്മൾ നല്ല സുഖമായിട്ടൊക്കെ പോയിട്ടോ. പിന്നെ മോളെ ഒന്നും പറയണ്ട, നല്ലൊരു സ്പീഡ് വരും മോളെ. ഞാനും ഉമ്മച്ചും അതിൽ കയറി കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, അവിടെ മുങ്ങിപ്പോയി ഞാനും ഉമ്മച്ചും അവിടെ മുങ്ങിപ്പോയി കേട്ടോ. ഇതാണ് നമ്മുടെ വാട്ടർ റൈഡ് ഗായ്സ്, നമ്മുടെ വാട്ടർ റൈഡ്. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.